ഏഹ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഈശോയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കെങ്ങനെ നടക്കാമെന്നുള്ളതൊരു പ്രാക്ടിക്കൽ സെൻസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ജേഴ്സിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാർഡിൽ പുതിയതായിട്ടൊരു കാർഡിയാക്ക് കെയർ യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള തീരുമാനം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാർഡിയോളജി എനിക്കത്ര പരിചയമുള്ളൊരു ഫീൽഡല്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതലൊരു ട്രെയിനിങ് കിട്ടാം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റാം. അങ്ങനെ കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ എന്നോർത്ത് ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു. അതിനകത്ത് ഹാർഡ് വർക്കുണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷേ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂലി ക്വാളിഫൈഡ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനും അവർക്കും ഒരു എക്സ്പോഷർ കൊടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഞാനന്ന് ഇൻചാർജായിട്ട് ജോലിയെടുക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം നമുക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഒരു സീനിയർ നേഴ്സ് എന്നോട് വന്ന് ചോദിച്ചു, നീ ഇതിൻ്റെ റിസ്കിനെ കുറിച്ചൊക്കെ ഫുള്ളി അവെയർ ആണോ എന്ന് ചോദിച്ചു. കാരണം നിനക്ക് ECG ഒന്നും അറിയത്തില്ല, നിനക്ക് ഇൻചാർജാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാലും നിൻ്റെ പിൻ നമ്പറാണ് പോകുന്നത്. അപ്പം നീ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നീ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരിയാണ്, നീ പറയുന്നതൊക്കെ എനിക്ക് റിസ്കുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു നോർമൽ ECG കണ്ടാൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എല്ലാ ECG വേരിയേഷൻസ് കണ്ടാലും എനിക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ ഉള്ള ഏതൊരു കാര്യം വന്നാലും അതെങ്ങനെ എസ്കലേറ്റ് ചെയ്യണമെന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ നമ്മളത് ഡോക്ടേഴ്സിനോട് എസ്കലേറ്റ് ചെയ്യുന്നു, അവർ വരുന്നു, അവരോടൊപ്പം ചേർന്ന് എനിക്ക് ടുഗദറായിട്ട് എനിക്ക് പഠിക്കാനും പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കരിയർ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫഷനെ നമ്മൾ കുറച്ച് എൻഹാൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവെയറാണ്, പക്ഷേ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫും. അതായത് ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്കറിയാം. കാരണം അത് നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 10 കൽപ്പനകളിലൂടെ, തിരുസഭയുടെ കൽപ്പനകൾ, ധ്യാന പ്രസംഗങ്ങൾ, ദിവ്യകുർബാന, ഇങ്ങനെ എന്നിവയിലൂടെ എല്ലാം നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു അവെയർനെസ് നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ഇനിയും പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് രണ്ടിനും ഇടയിൽ നമ്മളെ സംതിങ് സ്പെഷ്യലാക്കുന്ന, നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുന്ന ആ ഒരു ഫൈൻ ട്യൂണിങ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമുക്കറിയത്തില്ലാത്തത്. നമ്മളൊന്നുകിൽ നമ്മുടെ നോർമൽ ഫേസിൽ നിൽക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഫേസിൽ നിൽക്കുവാണ്. ആ ഫൈൻ ട്യൂണിങ് നമുക്കില്ല. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു നല്ല കുമ്പസാരം നമ്മളെപ്പോഴും നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ സോളിനെ, നമ്മുടെ ആത്മാവിനെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കുമ്പസാരം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളത് പഠിച്ചിട്ടുണ്ട്, നമ്മളത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ക്യാരക്ടർ ഫോർമേഷന് ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് കുമ്പസാരമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മളത് അക്നോളജ് ചെയ്യുന്നു, നമ്മളത് ഒരു നോൺ ജഡ്ജ്മെൻ്റലായിട്ടുള്ള ആളോട് നമ്മളത് പറയുന്നു, നമ്മളതിൽ നിന്ന് മാറുന്നു. അത് മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി തെറ്റ് ചെയ്തായിരുന്നാൽ പോരെ എന്നൊരു ചിന്തയിലേക്കും, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലൊരു തെറ്റുകൾ സംഭവിച്ചാൽ അത് ഏറ്റു പറയാനുള്ളൊരു മടിയില്ലായ്മയും ഒക്കെ നമുക്ക് തന്നത് ഈ കൺഫെഷൻ കൊണ്ട് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു അഡൽട്ട് ഫേസ് ആയി കഴിയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും നമ്മൾ രഹസ്യമായോ പരസ്യമായോ ചെയ്ത തെറ്റുകൾ, പല കാര്യങ്ങളും നമുക്ക് സമ്മതിക്കാനോ നമുക്ക് തുറന്നു പറയാനോ കൺഫെഷൻ ചെയ്യാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് സങ്കീർത്തനം 19:12 പറയുന്നു, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അല്ല, നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ നമ്മൾ ചെയ്തു എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ സമൂഹത്തോട് ചെയ്യേണ്ടത്, നമ്മുടെ ചുറ്റുമുള്ളവരോട് ചെയ്യേണ്ടത്, നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയും? ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മെ എന്ത് പർപ്പസിന് വേണ്ടിയാണോ സൃഷ്ടിച്ചത്, ആ പിതാവിന് മാത്രമല്ലേ അറിയുള്ളൂ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത് എന്നുള്ളത്.
അപ്പോൾ ആ കാര്യം അറിയണമെങ്കിൽ ആ സ്വർഗീയ പിതാവിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ആ പർപ്പസ് നമ്മൾ ഫുൾഫില്ല് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നതിൻ്റെ കാര്യം പോലും നമ്മൾ നിറവേറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു യഥാർത്ഥ കുമ്പസാരം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിനോടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഈശോയോടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് ഓരോ ദിവ്യബലിയും ഓരോ കുമ്പസാരമാണ്. ഇപ്പം ലാറ്റിൻ കുർബാനയിലാണെങ്കിൽ നമുക്കതിനിടയിൽ തന്നെ കുർബാന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്, പാവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് മനസ്സരിച്ച് ഐ കൺഫേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈശോ നമ്മളോട് പറഞ്ഞത് എന്താണ്? ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ദിവ്യബലിയിലെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മുടെ ആത്മാവിൻ്റെ ഔഷധമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിയുന്നത്. ചിലർ തലവേദനയ്ക്ക് കഴിക്കുന്നു, ചിലർ കാലുവേദനയ്ക്ക് കഴിക്കുന്നു, ചിലർ മുട്ടുവേദനയ്ക്കോ, ചിലർ നടുവേദനയ്ക്കോ, എല്ലാ കാര്യത്തിനും കഴിക്കാറുണ്ട്. അപ്പോൾ ഈ തലവേദനയ്ക്ക് പാരസെറ്റമോൾ കഴിച്ച ആൾ പറയുകയാണ്, ഈ പാരസെറ്റമോൾ തലവേദനയ്ക്കുള്ള ഒരു മരുന്നാണ് എന്ന് പറഞ്ഞാൽ അത് കാലുവേദനയ്ക്ക് കഴിച്ച ആൾ, കാലുവേദന മാറിയ ആൾ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. കാരണം അയാൾ പറയും എനിക്ക് തലവേദന ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചത് കാലുവേദനയ്ക്കാണ്, അതുകൊണ്ട് കാലുവേദനയ്ക്കുള്ളതാണ് പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ എല്ലാം തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാ വേദനയ്ക്കും ഉപകരിക്കും. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും അതുപോലെ തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ നിത്യജീവൻ നമുക്കെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ നല്ല കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു നല്ല കുമ്പസാരം പോലും നടത്തിയിട്ടില്ല, നമ്മുടെ പാപങ്ങൾ എന്താണ് എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാന കൊണ്ട് നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്? അപ്പം നമ്മൾ അവിടം വരെ എത്താൻ, ആ നിത്യജീവൻ നമുക്ക് കിട്ടാൻ നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ഈശോയോട് ഓരോ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പറയുക, ഈശോയെ നീ എന്നെ പഠിപ്പിക്കണമേ, നിത്യജീവനിലേക്ക് എത്താനായിട്ട് നീ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയ്ക്കും പോകേണ്ടത്. നമുക്കെല്ലാവർക്കും ഓരോ നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് നമുക്കൊരു നോട്ട് ബുക്ക് ഉണ്ടാകണം. അതിലൊരു 9 കുർബാന നമ്മൾ ആദ്യം ഈശോയോടൊപ്പം നമ്മൾ കൂടാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ 9 കുർബാനയിൽ നമ്മൾ കുർബാനയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ചില തെറ്റുകൾ, നമുക്കറിയാരോടും പറയാത്ത കുറച്ച് വിഷമങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ മുറിവുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മളൊരു ചെറിയ പേപ്പറിൽ എഴുതി വെക്കുക. 1-2 പ്രാവശ്യം നമ്മളത് വായിച്ചിട്ട് പള്ളിയിൽ പോകുന്നതിന് മുൻപ് നമ്മളത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുകയോ ചെയ്യുക. ഈ 9 ദിവസവും ദിവികാരനെ സ്വീകരിക്കാൻ പോകുമ്പോഴും സ്വീകരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക, ഞാൻ ആ എഴുതി വെച്ച എൻ്റെ മേഖലകളിലേക്ക്, എൻ്റെ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ ആ കുറവുകളിലേക്ക്, എൻ്റെ ആ വീഴ്ചകളിലേക്ക് കടന്നു വന്ന് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരണമേ, എന്നെ നീ ശക്തിപ്പെടുത്തണമേ, നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ 9 ദിവസം ആകുന്നതിന് മുൻപ് അടുത്ത 9 കുർബാന എന്തിനു വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, നമ്മൾ ഏത് വഴിക്കാണ്ട് പോകേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈശോ നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും. അങ്ങനെ ഈശോയോടൊപ്പമുള്ളൊരു പഠന യാത്രയായിരിക്കണം നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോ നീക്കങ്ങളും. ഈ യാത്രയിൽ നമ്മളെക്കുറിച്ചും നമുക്ക് ഈശോയോടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനും ചോദിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കൂദാശയാണ് കുമ്പസാരം എന്നുള്ളത് സഭ സ്ഥാപിച്ചത്. സിസ്റ്റർ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി നമ്മളെല്ലാവരും വായിക്കാറുണ്ട്. ആ സിസ്റ്റർ അത് എഴുതാൻ കാരണമായത് ആ സിസ്റ്ററിൻ്റെ ആത്മീയ ഗുരുവായ വൈദികൻ്റെ നിർദ്ദേശപ്രകാരമാണ്. സിസ്റ്റർ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കാനായിട്ട് പോയത് പാപം പറയാൻ വേണ്ടി മാത്രമല്ല, ഈശോയുമായിട്ട് സിസ്റ്ററിനുണ്ടായ കണ്ടുമുട്ടലിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, നിനക്ക് എൻ്റെ ഹൃദയത്തെ താമസിക്കാൻ യോഗ്യമാക്കാൻ ഞാൻ അടയ്ക്കേണ്ടത് എന്തൊക്കെയാണ്, തുറക്കേണ്ടത് എന്തൊക്കെയാണ്, മറക്കേണ്ടത് എന്തൊക്കെയാണ്, ഓർക്കേണ്ടത് എന്തൊക്കെയാണ്, തുടങ്ങേണ്ടത് എന്തൊക്കെയാണ്, മാറ്റേണ്ടത് എന്തൊക്കെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈശോയെ എന്നെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ കുർബാനയ്ക്ക് പോകേണ്ടത്. അങ്ങയുടെ ഈശോയോടൊപ്പം പരിശുദ്ധ കുർബാനയോടൊപ്പമുള്ള നമ്മുടെ യാത്ര ഒരനുഭവമായിരിക്കും.
ഇതിൽ ബൈബിള് വായനയ്ക്കും ആത്മീയ ഗുരുവിനുമുള്ള പങ്ക് എന്താണ് എന്നുള്ളത് ഞാൻ തുടർന്ന് വരുന്ന വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാവരും ഒരു നോട്ട് ബുക്കിൽ ഓരോ കുർബാനയും ഓരോ നിയോഗമായി സമർപ്പിച്ച്, സിസ്റ്റർ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി പോലെയൊന്നും ആയിട്ടില്ല എങ്കിലും നമ്മുടെ എൻകൗണ്ടർ, നമ്മുടെ ഈശോയോടുള്ള എൻകൗണ്ടർ, നമ്മുടെ അപ്പനോടൊപ്പമുള്ള യാത്രയുടെ അനുഭവങ്ങൾ നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ അതായിരിക്കും. അതുകൊണ്ട് എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.